വെൽക്കം ടു സാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. PSC ഫ്രീ എഡ്യൂക്കേഷനിൽ ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, എല്ലാവർക്കും അറിയാമല്ലോ, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എല്ലാവർക്കും ശ്രദ്ധയോടെ കേൾക്കാനാണ് എൻ്റെ ഉള്ള അഡ്വൈസ്. കാരണം നമ്മൾ എപ്പോഴും ഒരു PSCയുടെ ഒരു ചാപ്റ്ററിൽ നമ്മൾ എപ്പോഴും ഒഴിവാക്കി പോകുന്ന ഒരു ചാപ്റ്ററാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ്. അതിനകത്ത് കുറേ റൂൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് എല്ലാ റൂൾസാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ് സബ്ജക്റ്റ് ഷുഡ് ഓൾവേസ് എഗ്രി വിത്ത് ദ വേർബ്. ഇപ്പം നമ്മൾ വേർബ് എന്നാന്ന് വെച്ചാൽ ഏതെങ്കിലും ക്രിയയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നമ്മുടെ വേർബ് വരുന്നത്. പ്ലേ, ഡാൻസിങ്, ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എപ്പോഴും നോക്കുക, നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് എപ്പോഴും പോകുന്നത് എങ്ങോട്ടാണ്? എപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് സിംഗുലർ വേർബാണ് വരുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൗ എടുക്കുവാണെങ്കിൽ കൗ സിംഗുലർ ആണ്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈറ്റ്സ് എന്നാണ് വരിക, നോട്ട് ഈറ്റ്. ഓക്കെ, സിമിലർലി പ്ലൂറൽ സബ്ജക്റ്റ്, ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് പോവുകയാണെങ്കിൽ പ്ലൂറൽ വേർബ് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇപ്പോൾ ഡക്സ് പ്ലൂറൽ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സൗണ്ട് എന്നാണ്? ക്വാക്ക് ആണോ വരിക അതോ ക്വാക്സ് ആണോ വരിക? So that means you should always use quack. Okay, so this is your ducks. Okay, next നമ്മൾ പോകുന്നത് അടുത്ത റൂളിലേക്കാണ്. Don't get confused by the words that come between the subject and the verb. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ എപ്പോഴും ഒരു സെൻറ്റൻസ് നോക്കുവാണെങ്കിൽ ഒരു സബ്ജക്റ്റ് കാണും, ഒരു വേർബ് കാണും, പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ഒബ്ജക്റ്റ് കാണും. അത് നമ്മൾ എപ്പോഴും പഠിച്ചതാണ്. ഷീ സിങ്സ് വെൽ. അപ്പം ഇതിനകത്ത് പറയുവാണെങ്കിൽ ഷീ ഈസ് എ സബ്ജക്റ്റ്, സിങ്സ് ആണെങ്കിൽ വേർബ് ആണ്, വെൽ ഈസ് എ ഒബ്ജക്റ്റ്. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ദ ഡിറ്റക്റ്റീവ് ഹൂ വാസ് കോൾഡ് ടു ദ കേസ് ഈസ് യൂഷ്വലി വെരി ഗുഡ്. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ്? നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ റൂൾ എന്നായിരുന്നു? സബ്ജക്റ്റ് ഷുഡ് ഓൾവേസ് അഗ്രി വിത്ത് ദ വേർബ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഡിറ്റക്റ്റീവ് ആണ്. അപ്പോൾ ഡിറ്റക്റ്റീവ് ഈസ് ദ subject. Okay, so detective should always be seen as a singular subject ആണ് നോക്കേണ്ടത്. So singular subject will always follow with a singular verb. Okay, so next നമ്മളൊരു അടുത്ത റൂളിലേക്ക് പോവാണ്. ഇപ്പോൾ കുറച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. എല്ലാവരും ഈ PSC ഇംഗ്ലീഷിൽ എപ്പോഴും നേരിടുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കണം. മിനിമം ഒരു 5 ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ഓക്കെ, സോ തേർഡ് റൂൾ എന്നാ പറയുന്നത്? യെസ്, prepositional phrase between the subjects and verb usually do not affect the agreement. ഓക്കെ, ഇത് നമ്മളെ ഒരു നല്ല ഒരു റൂളാണ്. അതായത് പറയുന്ന ഫ്രേസ് നമ്മൾ നോക്കുക, ഇതിനകത്ത് എന്താ ഫ്രേസ് ഉള്ളത്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. The biker in this race is very competitive. അപ്പം ഇൻ ദിസ് റേസ് എന്നാണ് നമ്മുടെ പ്രപ്പോസിഷണൽ ഫ്രേസ് എന്ന് വരിക. പ്രപ്പോസിഷണൽ ഫ്രേസ് നമ്മൾ എപ്പോഴും അവോയ്ഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അത് പ്രപ്പോസിഷൻ ആണെന്ന്? നമ്മൾ പ്രപ്പോസിഷൻ പറയുന്ന ഏതെങ്കിലും ഒരു പൊസിഷനാണ് ഷോ ചെയ്യുന്നത്. ചിലപ്പം ഇൻ, ഡൗൺ, ഓക്കെ, ഓൺ. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ദ ബൈക്കർ ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് പറഞ്ഞ റൂള് പറയുന്നത് പ്രപ്പോസിഷൻ ഫ്രേസ് വരുവാണെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട. അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ബൈക്കറിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബൈക്കർ നമ്മുടെ എന്താണ്? സബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് ഷുഡ് ഓൾവേസ് അഗ്രി വിത്ത് ദ വേർബ്. ഓക്കെ, സോ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അപ്പോൾ നമ്മൾ ഈസ് ആണ് വെക്കുന്നത്. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുവാണെങ്കിൽ അത് തീരെ ഓപ്പോസിറ്റ് ആണ്. ദ ബൈക്കേഴ്സ് ആണ്. അപ്പോൾ ബൈക്കേഴ്സ് എന്നാണ്? That is a plural subject. So we should always plural verb. That is, the bikers in this race are very competitive. Okay, now let's look at one question. ഇതൊരു നല്ലൊരു ചോദ്യമാണ്, PSCയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The members of the committee do the proposal dash to the proposal. Okay, so നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മൾ ആദ്യം നേരിടേണ്ട ഒരു റൂളിനെ പറ്റിയാണ്. ദ മെമ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് പഠിച്ചത്? നമ്മൾ സബ്ജക്റ്റ് ഷുഡ് ഓൾവേസ് അഗ്രി വിത്ത് ദ
with the verb. Okay, so നമ്മുടെ സബ്ജക്റ്റ് മെമ്പേഴ്സ് ആകുമ്പോൾ മെമ്പേഴ്സ് ഇസ് എ പ്ലൂറൽ ആണോ അതോ സിംഗുലർ ആണോ നമ്മൾ നോക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഷുഡ് ബി ദ കേസ്. ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഹാവ് കോൺസെൻട്രേറ്റ്, സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് വാസ് കോൺസെൻട്രേറ്റ്, തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഹാഡ് ബീൻ കോൺസെൻട്രേറ്റ്, നെക്സ്റ്റ് ഇസ് ഹാസ് കോൺസെൻട്രേറ്റ്. ഇപ്പം നമ്മളുടെ ഡൗട്ട് മിക്കവാറും വരുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് ആണ് അല്ലേ, ഫസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് ആണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താണ്, ഓക്കെ, സോ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഡാഷ് ടു ദ പ്രപ്പോസൽ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ വരുന്നത് ഹാവ് കോൺസെൻട്രേറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഓപ്ഷൻ പിന്നീടത്തേന് വെച്ചേക്കാം. പിന്നെ വേറെ ഒരു ഓപ്ഷൻ എനിക്ക് ഒരു ചോയ്സ് കിട്ടുന്നത് മിക്കവാറും ഡൗട്ട് വരുന്നത് ഫോർത്ത് ഒരു ഓപ്ഷൻ ആണ്. അപ്പം ഇതിനകത്ത് രണ്ടും കൂടെ ഏതാ വെക്കുക എന്നുള്ളത് ചില ഡൗട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെ ഫസ്റ്റ് മെമ്പേഴ്സ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കണം. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ മെമ്പേഴ്സ് നമുക്ക് മനസ്സിലായി പ്ലൂറൽ ആണ്. അപ്പം ഇതിനകത്തുനിന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഓപ്ഷൻ, ഹാവ് ആണോ പ്ലൂറൽ അതോ ഹാസ് ആണോ? യെസ്, ദാറ്റ് ഈസ് ദ പ്ലൂറൽ ഇസ് ഹാവ് ആണ്. ഓക്കെ, സോ നമ്മൾ ഹാവിനാണ് നമ്മൾ മിക്കവാറും ഓപ്ഷനിൽ കറക്റ്റ് ആവുക. ഓക്കെ, സോ ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഹാവ് കോൺസെൻട്രേറ്റ് ടു ദ പ്രപ്പോസൽ. ഓക്കെ, സോ this question is over. Next question. Okay, so next question നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാ വരിക, അലക്സ് ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ വെദർ ഡാഷ്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചതെന്നുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, കുഡ് ഹി ഹാവ് ഹിസ് സെൽ ഫോൺ നമ്പർ. അപ്പം ഫോൺ നമ്പർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അലക്സ് ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മൾ വെദർ വെച്ചിട്ടാണ് സെൻറ്റൻസ്. നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്നാണ്, അലക്സ് സബ്ജക്റ്റ് ആണ്. നമുക്കറിയാം സബ്ജക്റ്റ് നമ്മുടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം സബ്ജക്റ്റ് നമ്മുടെ സിംഗുലർ ആണ്. പിന്നെ എന്നാണ്, ഈ സെൻറ്റൻസ് ഏത് ടെൻസിലാണ് പോകുന്നത്, പാസ്റ്റ് ടെൻസിലാണോ പോകുന്നത് അതോ ഫ്യൂച്ചറിലാണോ? ആസ്ഡ് എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസിലാണ് പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു പിടി കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഈ അടുത്ത ഓപ്ഷൻ വായിക്കുക, ഹീ ക്യാൻ ഹാവ് ഹിസ് സെൽ ഫോൺ നമ്പർ. ഓക്കെ, ഓക്കെ, ഹീ ക്യാൻ ഹാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, വെദർ ഹീ ക്യാൻ ഹാവ് ഹിസ് സെൽ ഫോൺ നമ്പർ എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ആ ഓപ്ഷനിൽ നോക്കി അത് പ്ലൂറൽ ആണ് വരുന്നത്, ഹാവ് പ്ലൂറൽ ആണ് വരുന്നത്. ഓക്കെ, ഹീസ് വരുന്നത് സിംഗുലർ ആണ്. അലക്സ് ഓൾറെഡി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, തേർഡ് ഓപ്ഷൻ പറയുന്നത് ഹീ വിൽ ഹാവ് ഹിസ് സെൽ ഫോൺ നമ്പർ. വെദർ ഹീ വിൽ ഹാവ് ഹിസ് സെൽ ഫോൺ നമ്പർ എന്ന് പറയുമ്പം അതൊരു ഫ്യൂച്ചർ ഒരു പ്രഡിക്ഷൻ ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി പാസ്റ്റിലാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പാസ്റ്റ് ടെൻസിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും സെൻറ്റൻസും അതിന് യോജിച്ച് ആയിട്ട് വേണം. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷൻ അല്ല. പിന്നെ ഏതാ ഓപ്ഷൻ വരുന്നത്, ഹീ കുഡ് ഹാവ് ഹിസ് സെൽ ഫോൺ നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു നല്ലൊരു റൂള് വരുന്നത്, അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്കാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, വെദർ എന്ന് പറയുമ്പം നമ്മൾ ഒരു പ്രഡിക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ ആ പ്രഡിക്ഷൻ എപ്പോഴും കുഡ് വെച്ചാണ് വരുന്നത്. ഓക്കെ, സോ ദ ഫോർത്ത് ഓപ്ഷനകത്ത് കുഡ് വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ലിസൺ ടു ഇറ്റ്. ഹീ കുഡ് ഹാവ് ഹിസ് സെൽ ഫോൺ നമ്പർ. ഓക്കെ, അലക്സ് സിംഗുലർ ആണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രൊനൗണും വരേണ്ടത് സിംഗുലർ ആണ് വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്, ഹീ വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു വെദറിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും വരുന്നത് നെക്സ്റ്റ് വേർഡ് വരുന്നത് കുഡ് ആണ് വരേണ്ടത്. അപ്പോൾ അത് നെക്സ്റ്റ് വേർഡ് ഹീ കുഡ് ആണ് വരുന്നത്. അപ്പം വിച്ച് ഈസ് ദ ഓപ്ഷൻ ഈസ് കറക്റ്റ്, ദ ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമ്മൾ ആൻസർ വായിക്കാം. അലക്സ് asked the stranger whether he could have his cell phone number. Okay, ഒന്നുകൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് I who dash your friend and well-wisher should have been informed about your decision. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇതിൻ്റെ അർത്ഥം എന്നാ, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ഐ എന്ന് വരുന്നത് എന്നാന്ന് ശ്രദ്ധിച്ചോ? ഐ എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ സെൻറ്റൻസ്, ഐ ഹൂ. അപ്പം ഐ നമ്മുടെ വരുന്നത് ഈസ് എ സബ്ജക്റ്റ്. ഓക്കെ, സോ ഐ ഈസ് ദ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഐ വരുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള സെൻറ്റൻസിൻ്റെ അർത്ഥം എന്നാണ്, ഫ്രണ്ടും വെൽവിഷറും ആണ്. അപ്പം ഫ്രണ്ടും വെൽവിഷറും ആകുമ്പോൾ നമ്മൾ ഇനി ഓർത്തെടുക്കേണ്ടത് ചുമ്മാ ഇനി വേർബ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വേർബ് എന്നൊക്കെയാണ് വരുന്നത്, ഇസ് വരുന്നുണ്ട്, ആം വരുന്നുണ്ട്,
ആറ് വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, ഐ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ യോജിച്ചുള്ള വേർബാണ് വേണ്ടത്. അപ്പോൾ യോജിച്ച വേർബ് ഐയുടെ കൂട്ടത്തിൽ ഏതാ വരിക? ഐ ഹൂ ആം ആണോ വരുന്നത്? ഐ ഹൂ ആം യുവർ ഫ്രണ്ട്. ആം വരാൻ പറ്റുമോ? ഐ ഹൂ ഇസ് യുവർ ഫ്രണ്ട് എന്ന് വരുമോ? ഇത് രണ്ടും ഓപ്ഷൻസ് ഒരു ശരിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഹൂ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെന്റൻസിന്റെ ഒരു മീനിങ് ഫ്രേസിൽ കൂടെയാണ് വരുന്നത്. ഹൂ ഇസ് കൂടെയാണ് നമ്മൾ ചേർക്കേണ്ടത്. കാരണം നമ്മൾ സബ്ജക്റ്റിന് കഴിഞ്ഞിട്ടാണ് എപ്പോഴും വെർബ് വരിക. അപ്പോൾ ഐയുടെ കൂട്ടത്തിൽ നമ്മൾ ആം ചേർക്കുവാണെങ്കിൽ ഐ ആം യുവർ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഇടയ്ക്ക് വരുന്നത് എന്താണ്? ഹൂ ആണ്. അപ്പം നമ്മൾ ഹൂനെ കൊണ്ട് നോക്കുവാണെങ്കിൽ ആ ഫ്രേസിനോട് യോജിക്കുന്നത് എന്താണ്? ഐ ഹൂ ഇസ് യുവർ ഫ്രണ്ട് ആൻഡ് വെൽ വിഷർ. ഓക്കെ, സോ the answer is the second one. Okay, so the correct answer is the second one and rest all is incorrect. സോ ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ വായിച്ചേക്കുന്ന ഒരു റൂള് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളായിരുന്നു. അതെന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ യോജിച്ചുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ വെക്കേണ്ടത്. അതാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബാണ് വെക്കേണ്ടത്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബാണ് വെക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ദ നമ്മൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും സെൻറ്റൻസ് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സബ്ജക്റ്റ് വെർബിന് കൂടുതൽ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ റൂള് നോക്കേണ്ടത്. ഇപ്പോൾ സെൻറ്റൻസിനകത്ത് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഫ്രേസ് വരുവാണെങ്കിൽ നമ്മൾ ആ ഫ്രേസും കൂടെ ശ്രദ്ധിക്കുക. സപ്പോസ് വെദർ ആണെങ്കിൽ വരുന്ന വെദറിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഞാൻ പറഞ്ഞു കുഡാണ് വരിക. അപ്പം സെൻറ്റൻസിനകത്ത് ഹൂ ആണെങ്കിൽ വരുന്ന ഹൂടെ കൂട്ടത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർബ് ഇസോ അല്ലെങ്കിൽ ആറാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ റൂള് ഇന്നത്തെ കഴിഞ്ഞു. ഇനി അടുത്ത റൂള് സബ്ജക്റ്റ് വെർബിൻ്റെ ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം.